സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഉഷ്ണം അനുഭവപ്പെടുന്നത് പാലക്കാടാണ്. പാലക്കാട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി 32 ഡിഗ്രി സെൽഷ്യസ് മുതൽ 39.75 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ചൂട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഒരു 11 മണി കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ ഒരു 4 മണി 3:30-4 മണി വരെ ഈ അവസ്ഥ തുടരും. എന്നാലും നമുക്ക് ദൈനംദിന ആവശ്യങ്ങൾക്ക് പുറത്തിറങ്ങാതെ ആളുകൾക്ക് നിർവാഹമില്ലതാണ്. നമുക്ക് ആളുകളുടെ പ്രതികരണം എന്താണെന്ന് ഇക്കാര്യത്തിൽ നോക്കാം. ചൂടത്ത് പണിയെടുക്കുക പറഞ്ഞാൽ വൈകിട്ട് പണിയെടുക്കാം. പക്ഷെ വൈകിട്ട് പണിയെടുക്കുമ്പോഴേക്കും നമുക്ക് നേരമാവില്ല. അപ്പൊ ഞങ്ങൾ ആ ചൂടും കൊണ്ട് അങ്ങനെ പണി ചെയ്യുന്നേ. അതന്നെ നല്ല ബുദ്ധിമുട്ട് തന്നെ. കുറച്ച് ചെയ്യും. നല്ല ചൂടാണ്. പണി 12 മണി വരെ ചെയ്യാനാ പറയുന്നത്. ഞാൻ ഫുൾ ടൈം ചെയ്യുന്നുണ്ട്. ചൂട് തന്നെ രാവിലെ തുടങ്ങും. ഇവിടെ 2 ദിവസമായി കൂടുതലാണ്. പണി പുറത്തേരം എടുക്കാൻ ചെയ്യുന്നത്. വേറെ എന്ത് വഴിയില്ല. വെള്ളം കുടിച്ചിട്ട് എങ്ങനെയുണ്ട് ചൂട്? ചൂട് നല്ല ചൂട്. ഉച്ച കഴിഞ്ഞ് നല്ല ചൂടാണ്. ഭയങ്കര ചൂടാണ്. ഉച്ച വരെ വലിയ കുഴപ്പമില്ല. ഫുൾ ടൈം ഞങ്ങൾ ഫുൾ കാലത്ത് വന്ന വൈകിട്ട് ഒരു 9 മണി വരെ ഉണ്ടാവും. വെയിൽ പറഞ്ഞപ്പോൾ നല്ല ചൂടാണ്. ഉച്ച സമയത്തൊന്നും ഇരിക്കാൻ പറ്റില്ല. വണ്ടി ഓടിക്കുമ്പോൾ റോഡിന്റെ ചൂട്, പിന്നെ വെയിലിന്റെ ചൂട് ബുദ്ധിമുട്ട് തന്നെയാണ്. ചൂട് നല്ല ഗംഭീരമായ ചൂട്. പാലക്കാട് സഹിക്കാൻ പറ്റാത്ത ചൂട്. ഏറ്റവും കൂടുതൽ കേരളത്തിലെ പാലക്കാടാണല്ലോ കൂടുതൽ. 40-42 ഉണ്ട് തോന്നുന്നു ഇന്നൊക്കെ. പാലക്കാട് പൊതുവെ നല്ല ചൂടാണ്. ഇപ്പൊ തെരഞ്ഞെടുപ്പ് ചൂടും കൂടി ആയപ്പോൾ പൊതുവെ നല്ല ബൈക്കിൽ യാത്ര ദുഷ്കരം തന്നെയാണ്. AC ഇല്ലാതെ പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് പോവുകയാണ്. പിന്നെ സാധാരണക്കാരായ ആളുകളൊക്കെ പിന്നെ പാലക്കാട്ടുകാർ ശീലിച്ചതുകൊണ്ട് ഇതൊരു പാലക്കാടിന്റെ ശീലമായി മാറി പാലക്കാട്ടിലെ ചൂട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ പാലക്കാട്ടുകാർക്ക് അത്ര ഒരു ഫീൽ വരില്ല. ഇനിയും ചൂട് കൂടാനുള്ള സാധ്യതയാണല്ലോ ഇപ്പോൾ പറഞ്ഞു വരുന്നത്. ചൂടന്നെ ഉള്ളു സാർ. ചൂടന്നെ ഉള്ളു പറയാ. ചൂടിപ്പോ നല്ല ചൂട്. അതുകൊണ്ട് ഇപ്പൊ ആദ്യം ആൾക്കാർ ഇളനീര്, ജ്യൂസ്, വെള്ളം ഒക്കെ കുടിക്കാൻ ഇഷ്ടംപോലെ വരുന്നുണ്ട്. ചൂടന്നെ. ചൂട് ഓവറാണ്. ചൂട് അതിഗംഭീരമായ ചൂടാണ്. നല്ല ചൂടാണ്. പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. ആജാതി വെയിലാണ്. പാലക്കാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ചൂട് ഒരു പ്രശ്നമല്ല. കാരണം അവരിതിനോട് സമരസപ്പെട്ടു കഴിഞ്ഞു. പക്ഷെ പുറത്തുനിന്ന് വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പാലക്കാട്ടെ ചൂട് എന്ന് പറഞ്ഞാൽ അസഹനീയമാണ്. ക്യാമറാമാൻ പ്രജിത്ത് കോങ്ങാടിനൊപ്പം S. വിനേഷ് കുമാർ, News 18 പാലക്കാട്.